റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന്റെ വേളയിൽ അവിടുന്ന് സഹാബികളോടായി പറഞ്ഞു, ഖുദൂ അന്നി മനാസികക്കും, നിങ്ങളിതാ എൻ്റെ ഹജ്ജിന്റെ രൂപം നോക്കി പഠിക്കുക, ഇതുപോലെ നിങ്ങൾ ഹജ്ജ് ചെയ്യണം, എന്നിൽ നിന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എങ്ങനെ ഈ ഇബാദത്തുകൾ നിർവഹിച്ചു അങ്ങനെ നിർവഹിക്കണമെങ്കിൽ ഫിഖ്ഹ് പഠിക്കണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഫിഖ്ഹ് പഠിക്കുക എന്നതിനുള്ള പ്രതിഫലം വളരെ വലുതായി പറഞ്ഞിട്ടുണ്ട്. അൽ ഇമാം അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് താബിഈങ്ങളിൽപ്പെട്ട സഹാബികളിൽ നിന്ന് ദീൻ പഠിച്ച ബസ്രയിലെ എല്ലാ കാലഘട്ടത്തിലെ ഇമാമായിരുന്ന പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, ലഅൻ അതഅല്ലമ ബാബൻ മിനൽ ഇൽമി വഉഅല്ലിമുഹു മുസ്ലിമ അഹബ്ബ ഇലയ്യ മിൻ അൻ തകൂന ലി അദ്ദുനിയ കുല്ലുഹാ വഉൻഫിഖുഹാ വഅജ്അലുഹാ ഫീ സബീലില്ലാഹ്. അദ്ദേഹം പറഞ്ഞു, ദീനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയം, ദീൻ മുഴുവനല്ല, ഫിഖ്ഹിലെ കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ടതോ അഖീദയുമായി ബന്ധപ്പെട്ടതോ ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരു വിഷയം അത് എനിക്ക് പഠിക്കാൻ സാധിക്കുകയും മറ്റൊരാൾക്ക്, ഒരു മുസ്ലിമായ ഒരാൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുകയും ചെയ്യുക എന്നത് ദുനിയാവിലുള്ള മുഴുവൻ സമ്പത്തും എനിക്ക് ലഭിച്ചതിന് ശേഷം അതെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്നതിനേക്കാൾ എനിക്ക് പ്രിയങ്കരമാണ്. ഒരാൾക്ക് ദുനിയാവിലെ മുഴുവൻ സമ്പത്തും ലഭിക്കാൻ, എന്നിട്ട് അത് മുഴുവൻ അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുകയാണ്, അതിനേക്കാൾ എനിക്ക് പ്രിയങ്കരമായിട്ടുള്ളത് ദീനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയം അത് എനിക്ക് പഠിക്കാൻ സാധിക്കുകയും മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുകയും ചെയ്യലാണ്. സലഫുകളിൽപ്പെട്ട ചില ആളുകളോട് ചോദിച്ചു, നിങ്ങൾ മരണം മുന്നിൽ വന്നെത്തിയാൽ ഇനി നിങ്ങൾക്ക് ആകെ ഒരു പ്രവർത്തനം മാത്രമേ ചെയ്യാനുള്ള അവസരമുള്ളൂ എന്ന ഒരു സ്ഥിതിവിശേഷം നിങ്ങൾ അതിനു മുൻപിലെത്തിയാൽ എന്തായിരിക്കും നിങ്ങൾ അപ്പോൾ ചെയ്യുക? അദ്ദേഹം പറഞ്ഞു, അൻഷുറുൽ ഇൽം, ഞാൻ ദീന് പ്രചരിപ്പിക്കും, ദീൻ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും, പ്രത്യേകിച്ച് സഹോദരങ്ങളെ കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ.